ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോസൊന്നുമല്ല. ഞാൻ വാങ്ങിയൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുക്ക് വെയർ സെറ്റ് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചുകൊണ്ട് അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഒരു 10 പീസ് സെറ്റ് വരുന്നൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുക്ക് വെയർ സെറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഓൺലൈൻ വഴി വാങ്ങിയതൊന്നുമല്ല, പോയിട്ട് തന്നെ ലുലുന്ന് മേടിച്ചതാണ് ഇന്നലെ. അപ്പോൾ ഇതിൻ്റെ പുറംഭാഗത്തുള്ള ആ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയ ശേഷം ഒന്നും കൂടി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ 10 പീസ് സെറ്റിൽ വരുന്ന ആദ്യത്തെ സെറ്റാണിത്, ഒരു ഫ്രൈ പാന്. അപ്പോൾ ഇത് പക്ഷേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എനിക്കതിൻ്റെ ആ ബബിൾ റാപ്പ് അതിങ്ങനെ പൊട്ടിക്കാനാട്ടോ ഇഷ്ടം തോന്നിയത്. അപ്പോൾ നല്ല രസമുണ്ട് അതിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ. അപ്പോൾ എനിക്ക് തോന്നി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൈ പാന്, നല്ല ബ്ലാക്ക് കോട്ടിങ് വരുന്ന നല്ല ബ്രൗൺ കളറിലുള്ളൊരു ഫ്രൈ പാൻ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഞാൻ ഇത് സെലക്ട് ആക്കിയത്. പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു മൂന്ന് സ്പൂണിൻ്റെ സെറ്റാണ്, ഒരു 3 നൈലോൺ സ്പൂണ്. അത്യാവശ്യം ഉറപ്പുള്ള ടൈപ്പ് തന്നെയാണ്, തീരെ ബലമില്ലാത്തതല്ല, കുറച്ചൊരു ക്വാളിറ്റി ഉള്ള പോലത്തെ അങ്ങനത്തെ ആ ഒരു ടൈപ്പിലുള്ള 3 സംഭവങ്ങളാട്ടോ ഉള്ളത്. ഒന്ന് ആ ഒരു ഷേപ്പിലുള്ളതും പിന്നെ ഇങ്ങനെ ഈ കുഴിയുള്ള ടൈപ്പും, നമുക്ക് ദോശയൊക്കെ ചൂടാനൊക്കെ പറ്റിയ ആ ഒരു ടൈപ്പിലുള്ള ഒരു സ്പൂണും കൂടി ഉണ്ട്. പിന്നെ വരുന്നത് നമുക്ക് നമ്മൾ ചട്ടക ഉണ്ടല്ലോ ആ ഒരു ടൈപ്പിലുള്ള ഇതും. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആണ് ആ ഒരു രീതിയിലുള്ള 3 സ്പൂണ്. അതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ 10 പീസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഒരു ലിഡാണ്. അപ്പം ഇതിൽ ഫ്രൈ പാനും വലിയ ഒരു പാത്രത്തിനും കൂടി ഒരേ ലിഡ് തന്നെയാണ്. അപ്പോൾ അത് രണ്ടിൻ്റെയും അളവ് സെയിം തന്നെയാണ്. അപ്പോൾ അതിന് രണ്ടിനും കൂടിയിട്ട് പറ്റുന്ന ആ ഒരു ലിഡുണ്ട്. അപ്പോൾ പിന്നെ ഉള്ളത് ഇതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഇത്, ഈ ഒരു സോസ് പാൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ചെറുതാണിത്, എന്നാലും നല്ല ക്യൂട്ടായിട്ടുണ്ട് ചെറുതായിട്ടുണ്ട് കാണാൻ. ചായ ഒക്കെ ഉണ്ടാക്കാൻ തോന്നുന്നതിൽ അത്യാവശ്യം കുഴിയുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ കൊള്ളും. അപ്പോൾ നല്ലൊരു ലിഡും കൂടി ഉണ്ട് അതിന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൂട്ടത്തിലേക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു കുഞ്ഞ് സോസ് പാനാട്ടോ. പിന്നെ വരുന്നത് ഇത് നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ടൈപ്പിലുള്ള ഒരു പാത്രമാണ്. അപ്പോൾ അതിനും ലിഡുണ്ട്, നല്ല ഗ്ലാസ് ടൈപ്പ് തന്നെ, എല്ലാത്തിനും ലിഡ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വലിയ പാത്രം, ഇതിലത്യാവശ്യം നമുക്ക് കുറഞ്ഞ അളവിൽ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ യൂസ് ചെയ്യാൻ തോന്നുന്നു, നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വലിയൊരു പാത്രം കൂടി ഉണ്ട്. അപ്പോൾ ഇതിനും ഫ്രൈ പാനും കൂടി ഒരേ ലിഡ് തന്നെയാണ്, ഒരേ അളവിൽ തന്നെയാണ് ഇതിൻ്റെയും ഫ്രൈ പാൻ്റെയും. അപ്പോൾ ഇതൊക്കെ ഷെഫ് ലൈൻ്റെ പ്രോഡക്റ്റുകളാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പല റേറ്റിലുള്ളതും അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു റേറ്റിലുള്ള നോക്കിയിട്ട് വാങ്ങിയതാട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് ഫ്രൈ പാനും അതേ സെയിം അളവ് തന്നെയാണ് ലിഡ്. അപ്പോൾ രണ്ടിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇവിടുന്ന് യൂസ് ചെയ്യാനല്ല കേട്ടോ, എനിക്ക് പിന്നെ ഇത് തന്നെയാണ് എടുത്തു വെക്കാൻ തോന്നുന്നത്. നല്ല ഇഷ്ടമായി ഈ ഒരു സോസ് പാൻ. ഇതൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാട്ടിലെത്തിയിട്ട് എന്തായാലും നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഈ ബോക്സോടും ചിലപ്പോൾ കൊണ്ടുപോയിട്ട് വരില്ലല്ലോ, അപ്പോൾ അൺബോക്സിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ ഇതൊക്കെ ഇനി നാട്ടിലെത്തിയിട്ട് യൂസ് ചെയ്യുന്ന വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.